കുവൈറ്റിലെ തീപിടുത്ത ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടു. അർജുൻ പീതാംബരം വിവരങ്ങളുമായിട്ട്. അർജുൻ, പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ സഹമന്ത്രി അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെ ക്രമീകരണങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൽ നടക്കുന്നത്? ദിവിഷ നടക്കുന്ന ദുരന്തമാണ്. എന്തായാലും കീർത്തിവർദ്ധൻ ആസാദ് ഇന്നലെ ചാർജ് എടുത്ത വിദേശകാര്യ സഹമന്ത്രിയാണ്. അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വസതിയിൽ ഈ യോഗത്തിന് ശേഷമായിരിക്കും അദ്ദേഹം കുവൈറ്റിലേക്ക് പോകുക. എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ ആരംഭിക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഈ യോഗത്തിന് കയറുന്നതിന് മുമ്പ് ഒരു പ്രതീകമായി പറഞ്ഞിരുന്നു. എന്തായാലും ഈ യോഗം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിലെ ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ തന്നെ മറ്റ് നടപടികൾ, ഈ അവരുടെ സുരക്ഷ, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം, ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുക, മറ്റ് നടപടികളെല്ലാം തന്നെ നടത്തുക, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ഉന്നതതല യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശകാര്യ സഹമന്ത്രിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും പുറമെ മറ്റ് പ്രധാനപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിലെ ഓഫീസിലെ ഉദ്യോഗസ്ഥരും കൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഈ യോഗം പുരോഗമിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥരും കുവൈറ്റിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. വിദേശകാര്യ സഹമന്ത്രി അല്പസമയത്തിന് തന്നെ പുറപ്പെടും. അദ്ദേഹവും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്.